ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ ഒരു സ്റ്റഡി വ്ളോഗാണ് കേട്ടോ. പിന്നെ ഇതാണ് എൻ്റെ സ്റ്റഡി ടേബിൾ. അത് ഇന്നലെ പഠിച്ച് കഴിഞ്ഞിട്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വെതറി ഇട്ടേക്കാണ്. വൃത്തിയാക്കിയൊന്നുമില്ല ഇന്നലെ രാത്രി. അല്ലെങ്കിൽ ഞാൻ രാത്രി വൃത്തിയാക്കാറൊന്നുമില്ല. ഞാൻ രാവിലെ എണീറ്റ് കഴിയുമ്പോഴാണ് ടേബിളൊക്കെ ക്ലീൻ ചെയ്യാറ്. പിന്നെ ഇന്ന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത മടിയായിരുന്നു എല്ലാ കാര്യം ചെയ്യാൻ വേണ്ടി. പിന്നെ ഞാനൊരു ചായ അമ്മ ഉണ്ടാക്കിയായിരുന്നു. ഞാനതെടുത്ത് കുടിച്ച് എന്നിട്ട് ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. ചായ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോലി ചെയ്യാനായിട്ട് എനർജി കിട്ടും. സോ ഞാനിത് എന്ത് ചിന്തിച്ചിരിക്കണതെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഈ രോമാഞ്ചത്തിൽ അർജുന അശോകിനെ പോലെയാണ് ഞാൻ. എന്തോ എങ്കിലും ഓർത്തിട്ട് ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ തെക്കോട്ട് നോക്കിയിരിക്കും. അതെൻ്റെ സ്വഭാവമാണ് അത്. സോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ടേബിളൊക്കെ ക്ലീനാക്കിയെന്ന് വെച്ചാൽ എല്ലാം ഒന്ന് അടുക്കി ഒതുക്കി വെച്ച്. പിന്നെ എനിക്ക് കറണ്ട് അഫയേഴ്സ് കുറച്ചുണ്ടായി കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, നോക്കാനൊക്കെ വേണ്ടിയിട്ട്. അത് ഇന്ന് കാണാതെ പഠിക്കണം. നാളെ അതിന് ടെസ്റ്റ് ആൻസർ റൈറ്റിംഗ് ചെയ്യാനുണ്ട്. സോ ഇന്ന് പഠിച്ചിട്ട് വേണം നാളെ ഒന്നും കൂടി റിവൈസ് ചെയ്തിട്ട് അതിന് ടെസ്റ്റ് പേപ്പർ ആൻസർ റൈറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞതിൽ കുറച്ച് കറണ്ട് അഫയേഴ്സിൻ്റെ നോട്ട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ ഞാൻ ഇങ്ങനെയുണ്ട് പൊതുവേ കറണ്ട് അഫയേഴ്സിൻ്റെ നോട്ട്സൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയ ടോപ്പിക് എടുത്ത് ഞാനങ്ങോട്ട് നോട്ടാക്കി എടുത്ത് വയ്ക്കും. ഞാൻ മന്ത്ലി മാഗസിൻ നോക്കുമെങ്കിലും ഞാൻ വെയിറ്റ് ചെയ്യാറില്ല മന്ത്ലി മാഗസിന് വേണ്ടിയിട്ട്. എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന ടോപ്പിക്കൊക്കെ നോട്ട്സ് ഞാൻ തന്നെത്താനെ എഴുതും. ഇൻ കേസ് മന്ത്ലി മാഗസീനിൽ ആ ടോപ്പിക്ക് വന്നാൽ ഞാൻ എൻ്റെ കയ്യിലില്ലാതെ എന്തെങ്കിലും പോയിൻറ്റ്സ്, നല്ല ഗുഡ് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് അത് പഠിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ മെയിൻ നോട്ട് എൻ്റെ നോട്ട് തന്നെയായിരിക്കും മന്ത്ലി മാഗസീനിൽ ആ ടോപ്പിക്ക് ഉണ്ടെങ്കിലും. പിന്നെ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ നോട്ട് എഴുതല്ല കേട്ടോ, ഞാൻ എഴുതി പഠിക്കുകയാണ്. എനിക്ക് എഴുതി പഠിച്ചാലേ എൻ്റെ തലക്കകത്ത് വല്ലതും കയറുള്ളൂ. അതാണ് എൻ്റെ സ്വഭാവം. എനിക്കെല്ലാം എഴുതി പഠിക്കണം. അപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2-3 പ്രാവശ്യം വായിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതൊന്ന് കാണാതെ ഇങ്ങനെ എഴുതി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യം നോക്കി എഴുതുക, പിന്നെ കാണാതെ എഴുതി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ തലയിൽ ഇരുന്നോളും. അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ മറന്നു പോകത്തില്ല. ഇത്തിരി പാടാണ് പഠിക്കാൻ വേണ്ടി, പക്ഷേ എങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മറന്നൊന്നും പോകത്തില്ല. ഇപ്പോൾ ഞാൻ വരയ്ക്കുന്ന ഇന്ത്യൻ മാപ്പാട്ടോ. ഇന്ത്യൻ മാപ്പ് ആക്ച്വലി ഞാൻ എഴുതി വെച്ച എൻ്റെ നോട്ട്സിൽ ഇങ്ങനെ മാപ്പ് വരച്ചില്ലായിരുന്നു ഞാൻ സ്റ്റേറ്റ്സ് അടയാളപ്പെടുത്തിയിരുന്നത്. വെറുതെ ഇങ്ങനെ എഴുതി വെച്ച് മാത്രം പോയതായിരുന്നു ഇന്ത്യൻ ആ സ്റ്റേറ്റ്സിനെ കുറിച്ചിട്ട്. ആക്ച്വലി ഞാൻ ഇവിടെ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെസ ആക്റ്റിനെ കുറിച്ചുള്ള നോട്ട്സാണ് പഠിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു 10 സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ. സോ ആ ഒരു സ്റ്റേറ്റ് ഞാനിങ്ങനെ എഴുതി മാത്രമേ വെക്കുക ചെയ്തത്. പക്ഷേ നമ്മളൊരു ആൻസർ റൈറ്റിങ്ങിലേക്ക് വരുമ്പോൾ ആ ഒരു ഇത് നമ്മൾ മാപ്പിലത് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് അടയാളപ്പെടുത്തി കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ മാർക്കായിരിക്കും ആൻസർ ഇത് കിട്ടാൻ പോകുന്നത്, മാപ്പൊക്കെ ആഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ. സോ അപ്പം ഞാനങ്ങനൊരു എനിക്ക് പറ്റുന്ന പോലെ ഒരു തട്ടിക്കൂട്ടി മാപ്പ് വരച്ചിട്ട് അതിൽ ഞാൻ അടയാളപ്പെടുത്തി വെക്കുകയാണ് ചെയ്തിട്ട്. അതാണിപ്പോൾ നിങ്ങൾ കണ്ടത്. പിന്നെ മാപ്പ് വരയ്ക്കുമ്പോൾ എപ്പോഴും ഞാനൊരു ബോക്സിലാക്കിയേ വരയ്ക്കുള്ളൂ. മാപ്പ് മാത്രമല്ല, ചിലപ്പോൾ നല്ല ഗുഡ് എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല കേസ് സ്റ്റഡീസ് ഉണ്ടെങ്കിൽ എല്ലാം ഞാൻ ഒരു ബോക്സിൻ്റെ ഉള്ളിലാണ് ഞാൻ വരയ്ക്കുള്ളൂ. പിന്നെ ഞാൻ പൊളിറ്റി പഠിക്കാമെന്ന് കരുതി. എനിക്ക് പൊളിറ്റിയിൽ നിന്ന് കുറച്ച് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ ഞാൻ സ്റ്റാൻഡേർഡ് ബുക്സ് കംപ്ലീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൈം ടേബിൾ. സോ അത് പ്രകാരം ഇപ്പോൾ എനിക്ക് പൊളിറ്റിയാണ് നോക്കേണ്ടത്. അപ്പോൾ പൊളിറ്റിയിൽ ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഇന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. യൂണിയൻ ടെറിട്ടറീസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഷെഡ്യൂൾഡ് ഏരിയാസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യനിൽ വന്നായിരുന്നു ഷെഡ്യൂൾഡ് ഏരിയാസിനെ കുറിച്ചിട്ട്. അതായത് ഗവർണറാണ് ഷെഡ്യൂൾഡ് ഏരിയാസ് തീരുമാനിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പ്രിലിംസിന് ചോദിച്ചായിരുന്നു. സോ ആ ഒരു ചാപ്റ്റർ പഠിക്കണം. പിന്നെ ഫിനാൻസ് കമ്മീഷൻ പഠിക്കണം, UPSC പഠിക്കണം, SPSC പഠിക്കണം, ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പഠിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്കത് പഠിക്കാം. സത്യത്തിൽ ഈ UPSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടല്ലോ, നമ്മൾ അനാലിസിസ് ചെയ്യാൻ പറഞ്ഞാൽ കുറച്ച് പേരൊന്നും ചെയ്യത്തില്ല. കാരണം ഒരുപാട് ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. സോ ടൈം പോകുമെന്ന് പറഞ്ഞാൽ അവർ ചെയ്യത്തില്ല. പക്ഷേ ട്രസ്റ്റ് മീ, എന്നാ പറയുക, ഞാൻ പറയണമെന്ന് വിശ്വസിക്കുക, അത് ഭയങ്കര യൂസ്ഫുള്ളാണ് നിങ്ങൾക്ക്. ഒരുപാട് യൂസ്ഫുൾ അതൊന്ന് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ഓരോ ഇതിലും. ഇപ്പോൾ പൊളിറ്റി വായിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
എനിക്ക് ഞാനൊരു 2021 ഇരുന്ന് വായിച്ചതും ഇപ്പോൾ ഇരുന്ന് വായിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ 2021 വെച്ചാൽ ഞാൻ ഒരു ബിഗിനറായിരുന്നു. ഈ ബിഗിനറെന്ന് വെച്ചാൽ ഞാൻ ആ സമയം PYQs ഒന്നും ചെയ്തിട്ടില്ല, അനാലിസിസ് ഒന്നും ചെയ്തിട്ടില്ല. സോ എനിക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്നത്, ഞാനാണെങ്കിൽ ലക്ഷ്മികാന്ത് ഡയറക്റ്റ് വായിക്കുകയാണ് ചെയ്തത്. അതായത് മറ്റേ NCERT വായിക്കാണ്ട് ലക്ഷ്മികാന്ത് ഡയറക്റ്റ് വായിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എങ്കിലും വായിച്ച് കഴിഞ്ഞു. പക്ഷേ ആ സമയത്ത് ഞാൻ അടയാളപ്പെടുത്തിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ. ഇപ്പം എന്താ പറയുക, ഫിനാൻസ് കമ്മീഷൻ പോട്ടെ, UPSC ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ്. ആർട്ടിക്കിൾ ഇന്നതാണ്, മെമ്പേഴ്സ് ഇതുണ്ട്, പ്രസിഡൻ്റാണ് അപ്പോയിൻ്റ് ചെയ്യണത്. സോ ഈ കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് മാറ്റി ഇപ്പോൾ വരാൻ നേരത്ത് PYQ അനാലിസിസ് ചെയ്തിട്ട് ഞാൻ ഈ പൊളിറ്റിയുടെ ഇതെടുത്ത് വായിച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഓരോ ഏരിയയിൽ നിന്നും UPSC ഏതൊക്കെ ഏരിയയാണ് ഇമ്പോർട്ടൻ്റ് എന്ന്. ചിലപ്പോൾ ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവർ ഈ പൊളിറ്റി വായിക്കാൻ നേരത്ത് ഈ കാര്യങ്ങളൊന്നും അവർ നോട്ട് ചെയ്യില്ല. അതായത് ടെക്സ്റ്റിൽ നമുക്ക് നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട്, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് സ്പെസിഫൈ ദ ക്വാളിഫിക്കേഷൻസ് ഫോർ ദ മെമ്പേഴ്സ് ഓഫ് UPSC ഇങ്ങനെ പറഞ്ഞിട്ട് എല്ലാത്തിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ നമ്മളൊരു ബിഗിനർ സ്റ്റേജിൽ, അതായത് PYQ അനാലിസിസ് ചെയ്യാത്തവരാണെങ്കിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും എന്താ പറയുക, അത് നമ്മൾ വലിയ കാര്യമായിട്ട് നോട്ട് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ അനലൈസ് ചെയ്തവർക്ക് അറിയാം അത് UPSCക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ട് എപ്പോഴും UPSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണെന്ന് നമുക്ക് ആ ഒരു പോർഷൻ വായിക്കാൻ നേരത്ത് മനസ്സിലാവും. ഇപ്പോഴും നിങ്ങൾക്ക് ചെയ്യാൻ ടൈമുണ്ട്. UPSCയുടെ PYQs ചെയ്തു നോക്കാൻ വേണ്ടി ടൈമുണ്ട്. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അത് പോയിട്ട് നോക്കിയാൽ മതിയാകും നിങ്ങൾ. സോ ഇപ്പോൾ ടൈം 5:20 നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ഒരു 6:30 വരെ ബ്രേക്ക് എടുക്കാം നമുക്ക്. എന്താണെന്ന് വെച്ചാൽ പണിയുണ്ട്, വീട്ടിൽ പണി തീർത്തിട്ടില്ല. ഇരുന്ന് അങ്ങനെ ടൈം പോയത് അറിഞ്ഞില്ല. വീട്ടിൽ പണി ചെയ്യാനുണ്ട്, മുറ്റടിക്കാനുണ്ട്, പാത്രം കഴുകാനുണ്ട്. നമുക്ക് പാത്രം കഴുകിയില്ലെങ്കിൽ അമ്മ വരുമ്പോൾ നല്ലത് കിട്ടും. സോ നമുക്ക് പാത്രം കഴുകിയിട്ട് കുളിച്ച് നമുക്ക് വിളക്ക് വെക്കണം. സോ അതൊക്കെ കഴിഞ്ഞ് 6:30 ആകുമ്പോൾ ചായക്ക് കുടിച്ചിട്ട് നമുക്ക് വീണ്ടും പഠിക്കാനിരിക്കും. ഇപ്പോൾ 6:30 മഴ വരാൻ പോകുന്നുണ്ട്, അതാണ് ഈ ഇരുട്ട് മൂടി കിടക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ ഞാനൊരു കട്ടൻ ചായ ഉണ്ടാക്കി, പിന്നെ എനിക്ക് അതിൻ്റെ കൂടെ സമൂസ ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ അത് കഴിച്ച് കഴിഞ്ഞ് വീണ്ടും പൊളിറ്റി പഠിക്കാനിരുന്നു. അതൊക്കെ പോട്ടെ, നിങ്ങൾ ഇപ്രാവശ്യത്തെ എന്താ പറയുക, പ്രിലിംസിൻ്റെ GSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ പാറ്റേൺ വന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതായത് സ്റ്റേറ്റ്മെൻറ്റ് 1ഉം സ്റ്റേറ്റ്മെൻറ്റ് 2 അങ്ങനത്തെ ക്വസ്റ്റ്യന് അല്ലാതെ വേറെ എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് ഇതുവരെ UPSC ചോദിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ 2 ടേബിൾ ഇങ്ങനെ ഇങ്ങനെ മാത്സായിട്ട് കൊടുത്തേക്കുന്നത് 2 എണ്ണം തന്നേക്കുന്നത്. അതായത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ റിവറിൻ്റെ ഒരു പേര്, അത് ഒറിജിനേറ്റ് ചെയ്യുന്ന ഗ്ലേസിയർ, ഇത് 2 മാത്രമായിരിക്കും തന്നേക്കുന്നത്. ഇപ്പോഴത്തെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ 3 കോളം തന്നേക്കുന്നത്. ഈ 3 പേഴ്സ് കറക്റ്റ് ആവുന്നത് ഏതാണെന്ന് നോക്കാനാണ് UPSC ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 2 ക്വസ്റ്റ്യൻ ഞാൻ അങ്ങനെ കണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. സോ നെക്സ്റ്റ് ഇയർ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വരും. സോ
ബി പ്രിപ്പയർഡ്. പിന്നെ അതുപോലെ തന്നെ നേരത്തെയൊക്കെ 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടായിരിക്കും ഇങ്ങനെ ചോദിക്കുന്നത്. ഇങ്ങനെ മറ്റേ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് 1 ആണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റാണ്, അങ്ങനെയൊക്കെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ. ഇപ്പോൾ പക്ഷേ 3 സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഒരെണ്ണം. സോ ബി പ്രിപ്പയർ, നെക്സ്റ്റ് ഇയർ അതുപോലത്തെ ചോദ്യം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സോ അങ്ങനെ ഞാൻ പൊളിറ്റി പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് ഒന്നും കൂടി ഗൂഗിൾ ചെയ്യാമെന്ന് കരുതി. 14th 15th ഗൂഗിൾ ചെയ്യാമെന്ന് കരുതി. പിന്നെ 16th പുതിയത് അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ടല്ലോ, സോ അതിനെക്കുറിച്ച് കുറച്ചും കൂടി നോക്കാമെന്ന് കരുതി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഏറ്റവും ലാസ്റ്റ് ന്യൂസ് പേപ്പർ വായിച്ചു. ഞാനിവിടെ വായിക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ന്യൂസ് പേപ്പറാണ്, ഡൽഹി എഡിഷനാണ് വായിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ന്യൂസ് കണ്ടു. ഞാൻ ന്യൂസ് പേപ്പർ എന്തിനാണ് വായിക്കണതെന്ന് ചോദിച്ചു എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഞാൻ മന്ത്ലി മാഗസിൻ വായിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ന്യൂസ് പേപ്പർ വായിക്കുന്നത്? ഞാൻ ഫോറം IASൻ്റെ ഇത് ന്യൂസസ് വായിക്കുന്നുണ്ട്, വിഷൻ്റെ മന്ത്ലി മാഗസിൻ വായിക്കുന്നുണ്ട്. സോ വൈ ഇന്ത്യൻ എക്സ്പ്രസ് എന്തിനാണ് ന്യൂസ് പേപ്പർ വായിക്കുന്നതെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ന്യൂസ് പേപ്പർ വായിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഞാൻ ഇംഗ്ലീഷ് അത്രയ്ക്ക് നന്നായിട്ട് പറയുന്ന ആളല്ല. എനിക്ക് അപ്പോൾ ഈ എഡിറ്റോറിയൽസൊക്കെ വായിക്കാൻ നേരത്ത് എനിക്കത് നല്ലൊരു പ്രാക്ടീസ് ആണ് ഇംഗ്ലീഷ് വായിക്കുന്നതിനും കൂടിയിട്ട്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻസിനും നന്നായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമുക്ക് സീസാറിലൊക്കെ ഭയങ്കര ലെങ്തി ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻസ് ആണ്. സോ നമ്മൾ ന്യൂസ് പേപ്പർ വായിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ടാക്കിൾ ചെയ്യാൻ കുറച്ച് ഈസി ആയിരിക്കും. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ വായിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മന്ത്ലി മാഗസിൻ ആകുമ്പോൾ UPSC സിലബസിനനുസരിച്ചുള്ള കറണ്ട് അഫയേഴ്സ് മാത്രമല്ലേ അവർ അതിൽ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. അപ്പോൾ മറിച്ച് നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കാൻ നേരത്ത് നമുക്ക് നമ്മുടെ കൺട്രിയിൽ നടക്കുന്ന മിക്ക കാര്യങ്ങളും പിന്നെ ഗ്ലോബലി നടക്കുന്ന എല്ലാ ന്യൂസസും നമുക്ക് ന്യൂസ് പേപ്പർ വഴി അറിയാൻ പറ്റും. സോ ആ ഒരു ന്യൂസസ് നമ്മൾ വായിക്കാൻ നേരത്ത് ചില ന്യൂസസ് നമുക്ക് നമ്മുടെ ആൻസേഴ്സ് എന്താ പറയുക സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാമ്പിൾസ് ആയിട്ടും നമുക്ക് എടുക്കാം. ചിലപ്പോൾ കേസ് സ്റ്റഡീസായിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ഒരു കാര്യം നമുക്ക് എടുത്ത് നമ്മുടെ നോട്ട്സിൽ എഴുതി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ റൈറ്റിംഗ് സമയത്ത് നമ്മുടെ UPSCക്ക് ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് ഈ പോയിൻറ്റ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് എക്സാമ്പിൾ, കേസ് സ്റ്റഡി എന്ന രൂപേണ ഇതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക നമുക്ക് ഒരു ആഡ് ഓൺ ആണ് നമ്മുടെ ഇതിന് ആൻസർ റൈറ്റിങ്ങിന്. അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മന്ത്ലി മാഗസിൻ വായിക്കാൻ നേരത്ത് ഇപ്പോൾ ഞാൻ കറണ്ട് അഫയേഴ്സ് വായിക്കാറുണ്ട്. സോ ഞാൻ വായിക്കുന്ന കറണ്ട് അഫയേഴ്സ് തന്നെയായിരിക്കും എന്നെ പോലുള്ളൊരു 100 പേര് വായിക്കുന്നത്. സോ ഒരു 100 പേരുടെ ആൻസേഴ്സ് സെയിം ആയിരിക്കും. സോ അവരുടെ ഉത്തരത്തിൽ നിന്ന് എൻ്റെ ആൻസേഴ്സിനെ വേറിട്ട് നിൽക്കുന്നത് ചിലപ്പോൾ ഈ ഒരു കേസ് സ്റ്റഡിയോ ഈ എക്സാമ്പിളോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരിക്കും ഞാൻ എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്ത കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ അത് കണ്ടിട്ട് ഇൻവിജിലേറ്റർ പേപ്പർ നോക്കുന്ന ആൾ ഞാൻ എഴുതിയ കാര്യം വാലിഡ് ആണോ എന്ന് നോക്കും. അങ്ങനെ ആണെങ്കിൽ മറ്റുള്ളവരെക്കാളും കൂടുതൽ എനിക്ക് അവിടെ ഒരു എക്സ്ട്രാ പോയിന്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഇങ്ങനെയുള്ള കാര്യത്തിൽ വർക്കൗട്ട് ചെയ്യാം. പിന്നെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചിട്ട് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നെന്ന് വിചാരിക്കുക. സോ അങ്ങനെയുള്ള ഒരു ഇതിൽ ഞാൻ എഴുതുകയാണ്, ഒരു പോയിൻ്റായിട്ട് എഴുതുകയാണ്. അതായത് എക്സാംസിൽ ഫ്രോഡ് പ്രാക്ടീസസ് നടക്കുന്നുണ്ട് എന്ന് എഴുതുക. സോ എനിക്കതിൽ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി എക്സാമ്പിളായിട്ട് ഞാൻ എഴുതുകയാണ് നീറ്റ് 2024 നീറ്റ് സ്കാമിനെ കുറിച്ചിട്ട്. വെറുതെ ഇങ്ങനെ ഇത്ര മാത്രം എഴുതിയാൽ മതി. സോ എനിക്ക് അവിടെ ഒരു ആഡ് ഓൺ പോയിൻറ്റ്സാണ് കിട്ടുന്നത് എക്സാമിനർ നോക്കാൻ നേരത്ത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് നമുക്ക് ന്യൂസ് പേപ്പർ കൊണ്ട് യൂസ്ഫുൾ ആവുന്നത്. സോ നിങ്ങൾക്കും ഇത് ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ, ടേക്ക് കെയർ.